കുട്ടികൾക്ക് കുറുക്കുണ്ടാക്കാനും നമുക്ക് ഹെൽത്തിയർ റെസിപ്പീസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി മുളപ്പിച്ച റാഗിയുടെ പൗഡർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് എത്ര റാഗിയാണോ ആവശ്യമുള്ളത് അതൊരു പാത്രത്തിലെടുത്തിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു സ്റ്റെപ്പാണ്. ഇത് ഒരിക്കലും മിസ് ചെയ്യരുത്. കാരണം ഇതിൽ നിന്നും ഈ കാണുന്ന രീതിയിലുള്ള വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള അഴുക്കുകളാണ് ഈ പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് എത്ര പ്രാവശ്യം കഴുകാൻ സാധിക്കുമോ ആ വെള്ളം ക്ലിയറായി വരുന്നിടം വരെ അത്രയും പ്രാവശ്യം കഴുകി തന്നെ എടുക്കണം. അതിനുശേഷം നമ്മളിത് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. അതിന് നല്ല വെള്ളം ഇതിൽ നെകയ്ക്ക് ഒഴിച്ചിട്ട് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കുക. ഒരു 3 to 4 hours ഞാൻ സോക്ക് ചെയ്യാനായിട്ട് വെക്കുന്നത്. അപ്പോൾ 4 hours കഴിയുമ്പോഴേക്കും ഇതിൽ ചെറിയ രീതിയിൽ പതയൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങുന്നുണ്ടാവും. അത് നല്ലൊരു സൈനാണ്. എന്നിട്ടത് ആ വെള്ളം മാറാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് ഒഴിച്ച് വെച്ച് കുറച്ച് നേരം. അതിനുശേഷം ഒരു നല്ല തുണിയോ മസ്ലിൻ ക്ലോത്തോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് അതിലൊന്ന് ഇതുപോലെ റാപ്പ് ചെയ്തിട്ട് ആ നെറ്റിൻ്റെ സ്ട്രെയിനറിൽ തന്നെ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിത് രാവിലെയാണ് ഇങ്ങനെ അടച്ചു വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ രാത്രി ആയപ്പോഴേക്കും ഒന്ന് തുറന്ന് നോക്കുവാണ്. അപ്പോൾ അത്യാവശ്യത്തിന് നല്ല ഒരു മുളച്ച് തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ എനിക്ക് അതിൽ തുറന്ന് നോക്കിയപ്പം ഒരു ഫൗൾ സ്മെല്ലോ അങ്ങനെയൊന്നും വന്നില്ല. ഫ്രഷായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഞാനിത് കുറച്ച് നേരം കൂടെ, അതായത് നെക്സ്റ്റ് മോർണിംഗ് വരേക്കും കൂടെ ഞാൻ വെക്കുകയാണ്. ഇപ്പോൾ ഈ കാണുന്ന രീതിയിൽ മുള ചാടിയിട്ടുണ്ട്. ഈ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഞാൻ നെക്സ്റ്റ് മോർണിംഗിലേക്കുള്ള വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് കൂടി ഞാൻ കാണിക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഇതുപോലെ തന്നെ അടച്ച് വയ്ക്കുക. മണമുണ്ട് എന്നുണ്ടെങ്കിൽ അതപ്പം തന്നെ എടുത്ത് മാറ്റേണ്ടതാണ്. നമ്മൾ നല്ല ക്ലോത്ത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇതുപോലെ സ്ട്രെയിനറിൽ തന്നെ ഇങ്ങനെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഓപ്പൺ ആക്കിയിട്ട് അടച്ച് വെച്ചാലും ഇതുപോലെ ടൗലിട്ട് മൂടി വെക്കണമെന്നില്ല. ഇതിപ്പം നെക്സ്റ്റ് മോർണിംഗിലെ ഒരു ഇതാണ് കാണുന്നത്. ഓപ്പൺ ആക്കി നോക്കുമ്പോഴേക്കും ഇപ്പം കണ്ടോ, രാത്രി കണ്ടതിലും കുറച്ചുകൂടെ നല്ല രീതിയിൽ മുള വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു രീതി കിട്ടുന്നത് കുറച്ചുകൂടെ ഗുണമാണ്. അപ്പോൾ ഇത് ഞാൻ സ്ട്രെയിനറിൽ അരിക്കാനൊക്കെ വെച്ചിട്ട് വെള്ളമൊക്കെ വാർന്നെടുത്തത് കൊണ്ട് നല്ല ഡ്രൈ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇതിൽ വെള്ളത്തിൻ്റെ അംശം നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് അടുപ്പിലൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാവാൻ വയ്ക്കുക. അതിനുശേഷം ഇത് നമുക്കിത് ഉണക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ നല്ല പായലൊക്കെ വിരിച്ചിട്ട് വെളിയിൽ വെച്ച് ഉണക്കാം. ഞാനിങ്ങനെ പല പാത്രത്തിൽ വെച്ചിട്ട് ബാൽക്കണിയിൽ വെച്ച് വെയിൽ കൊള്ളിക്കുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആവുന്നതും വരേക്കും കൂടെ നന്നായിട്ട് വെയിൽ കൊള്ളിച്ചെടുക്കാം. അതിനുശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് പല പ്രാവശ്യമായിട്ട് പൊടിച്ചെടുക്കുക. ഇതും അരിച്ച് തന്നെ ഉപയോഗിക്കുക കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ. അതല്ല ഈ പൊടി കൊണ്ട് പുട്ട്, നമുക്ക് അങ്ങനെയുള്ള ഹെൽത്തി റെസിപ്പീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ യൂസ് ചെയ്യാവുന്നതാണ്. ഇത്തിരി ഇങ്ങനെ മെനക്കെട്ട് ഉണ്ടാക്കി എടുക്കുന്നതാണെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കി എടുക്കുന്നതായതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോയുമായിട്ട് കാണാം.